ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പോളറോയിഡ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പം അർജൻറ്റായിട്ട് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ അത് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം അത് സെറ്റ് ചെയ്ത് പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്തത് നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ക്യാൻവ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം അത് പോളറോയിഡ്സ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിന്. അപ്പം വീഡിയോ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണാം. ഇപ്പോൾ പോളറോയിഡ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മോഡൽസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് സെയിൽ ചെയ്തിരുന്നത് 20 പോളറോയിഡ്സിന് വെറും 99 രൂപ എന്നുള്ള ഒരു നിരക്കിലാണ് കേട്ടോ. അപ്പം ആ ഓഫർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പുതിയ ഓഫറാണ്. അതായത് 30 പോളറോയിഡ്സിന് ഞാൻ വാങ്ങുന്ന റേറ്റ് എന്ന് പറയുന്നത് 150 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള പോളറോയിഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യും കേട്ടോ. അപ്പം നോർമലി ചെയ്യുന്നത് പോലെ തന്നെ ക്യാൻവ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം 2 A4 ഷീറ്റിലാണ് ഞാൻ ഫോട്ടോസൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചത്. ഇനിയിപ്പം ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതാ പോളറോയിഡ്സ് പ്രിൻ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഞാൻ ഇതുപോലുള്ള കുറച്ച് പോസിറ്റീവ് കോഡ്സ് ഉണ്ടല്ലോ. അപ്പം അത് പിൻട്രസ്റ്റ് വഴി ഡൗൺലോഡ് ചെയ്തിട്ട് അതും ഇതുപോലെ പ്രിൻ്റ് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പോസിറ്റീവ് കോഡ്സ് ഞാൻ പ്രിൻ്റ് എടുത്തതെന്ന് വെച്ചാൽ ഞാനിത് എന്താ പറയുക ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്യുന്നത് ചെറിയൊരു മിനി ബോക്സിലാണ്. അപ്പം ഇതുപോലുള്ള ബ്രൗൺ കാർഡ് സ്റ്റോക്ക് വെച്ചിട്ട് ഒരു മിനി ബോക്സ് സെറ്റ് ചെയ്തിട്ടാണ് അതിലാണ് ഞാൻ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്തിട്ട് ഡിസ്പാച്ച് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ബോക്സിൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലുള്ള പോസിറ്റീവ് കോഡ്സൊക്കെ പ്രിൻ്റ് ചെയ്ത് വെച്ചത്. പിന്നെ ഇതാ ഈ മിനി ബോക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ബ്രൗൺ കാർഡ് സ്റ്റോക്കാണ് കേട്ടോ. അപ്പം ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള കാർഡ് സ്റ്റോക്ക് തന്നെയാണ്. അപ്പം ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ബോക്സ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്
നമ്മുടെ പോളറോയിഡിൻ്റെ എത്രയാണോ സൈസ് വരുന്നത് അതിനനുസരിച്ചായിരിക്കണം ഇതുപോലെ ബോക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെയ്ത മിനി പോളറോയിഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5.5 ഇൻറ്റു 5.5 ആ ഒരു സൈസിലാണ് അപ്രോക്സിമേറ്റ്ലി വരുന്നത് അതിൻ്റെ സൈസ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു ചെറിയൊരു ബോക്സും വേണം, അതുപോലെ തന്നെ ലിഡും വേണം. അപ്പം അത് ഞാൻ മെഷർ ചെയ്ത് ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇതുപോലെ 4 സൈഡും ഫോൾഡ് ചെയ്തിട്ട് ബോക്സ് പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ നമ്മുടെ മിനി ബോക്സ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ലിഡിൻ്റെ മേലെയായിട്ട് ആ ഒരു പോസിറ്റീവ് കോട്ട് ഉണ്ടല്ലോ, അതിൻ്റെ പോളറോയിഡും കൂടി ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഫോട്ടോസൊക്കെ ഒന്ന് എണ്ണി നോക്കി കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കി എന്നിട്ട് വേണം ജസ്റ്റ് അതിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതൊരു ഓർഡർ കിട്ടിയാലും നമ്മൾ പരമാവധി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എത്ര ചെറിയ റേറ്റ് അല്ല മെയിനായിട്ട് നമുക്ക് വേണ്ടത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പം എത്ര ചെറിയ പൈസൻ്റെ ഓർഡർ ആയാലും നമ്മൾ നല്ല പരമാവധി പെർഫെക്ഷൻ കീപ്പ് ചെയ്യാൻ നോക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്റ്റ് പാക്കിങ്ങും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല നീറ്റിൽ തന്നെ പ്രൊഡക്റ്റൊക്കെ പാക്ക് ചെയ്ത് ഡിസ്പാച്ച് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കൊറിയർ അയക്കേണ്ട പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിൻ്റേതായ നല്ല സേഫ്റ്റിയിലൊക്കെ കൊറിയർ അയക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാം എഴുതുക. ഫ്രം ആയാലും ടു ആയാലും ഒക്കെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു മിസ്റ്റേക്കും കൂടാതെ എഴുതിയിട്ട് അങ്ങനെ വേണം കൊറിയറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ പ്രൊഡക്റ്റൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.